ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പൈനാപ്പിൾ കൊണ്ടൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതുപോലെ ഒരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൈനാപ്പിളിൻ്റെ പീസും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. പിന്നെ നന്നായിട്ട് വെള്ളമുള്ള പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഇതിന്ന് നമ്മൾ പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പൊട്ടുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ച് നേരം അത് വെച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്